യുഎയിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ശമ്പള സുരക്ഷ ഉറപ്പാക്കാൻ പരിഷ്കരിച്ച നിയമം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. ശമ്പളം വൈകുന്നത് തടയാനും തൊഴിലുടമകൾ കൃത്യമായി നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് മാനവശേഷി സ്വദേശീയവൽക്കരണ മന്ത്രാലയം നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയത്. തിങ്കളാഴ്ച മുതൽ യുഎഇയിൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമപ്രകാരം സ്വകാര്യ മേഖലയിലെ എല്ലാ കമ്പനികളും എല്ലാ മാസവും 1-ാം തീയതി തന്നെ ജീവനക്കാരുടെ ശമ്പളം വിതരണം ചെയ്യണം. കമ്പനികൾ മുൻമാസത്തെ ശമ്പളം അംഗീകൃത വേതന സംരക്ഷണ സംവിധാനം വഴിയോ മന്ത്രാലയം അനുവദിച്ചിട്ടുള്ള മറ്റ് പേയ്മെന്റ് സംവിധാനങ്ങൾ വഴിയോ മാത്രമേ കൈമാറാൻ പാടുള്ളൂ. നിശ്ചിത തീയതി കഴിഞ്ഞുള്ള ഏത് പേയ്മെന്റും വൈകിയതായി കണക്കാക്കും. മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും കൃത്യസമയത്ത് ശമ്പളം നൽകിയെന്ന് വ്യക്തമാക്കുന്ന രേഖകളും വിവരങ്ങളും സമർപ്പിക്കേണ്ടതുണ്ട്. കമ്പനികൾ ജീവനക്കാർക്ക് നൽകേണ്ട ആകെ വേതനത്തിന്റെ 85% കൃത്യസമയത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നിയമപരമായ വിതരണമായി അംഗീകരിക്കുകയുള്ളൂ. ശമ്പളം വൈകുന്ന തൊഴിലുടമകൾക്കെതിരെ ദിവസങ്ങളുടെ അടിസ്ഥാനത്തിൽ വർദ്ധിച്ചു വരുന്ന കടുത്ത പിഴ നടപടികളാണ് മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശമ്പളം മുടങ്ങുന്നതിന് 2-ാം ദിവസം മുതൽ ഇലക്ട്രോണിക് നിരീക്ഷണവും മുന്നറിയിപ്പ് നോട്ടീസുകളും ആരംഭിക്കും. കാലതാമസം 5 ദിവസം പിന്നിട്ടാൽ കമ്പനികൾക്ക് പുതിയ വർക്ക് പെർമിറ്റുകൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തലാക്കും. ജനം, ദുബായ്.